ഫിലിം ഗാരേജിന്റെ മനയിലേക്ക് എല്ലാ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. ഇന്ന് ബ്രഹ്മയുഗം എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ 4ാമത്തെ ദിവസമാണ്. ഒരു പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമാകുന്ന സിനിമയെ സംബന്ധിച്ച ചിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് വീക്കെൻഡ് എന്ന് പറയാവുന്ന ഞായറാഴ്ച ദിവസം. ഇന്നത്തെ സിനിമയുടെ ഞായറാഴ്ച ദിവസത്തെ ബ്രഹ്മയുഗത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് സ്റ്റാറ്റസ് എല്ലാ മേഖലകളിൽ നിന്ന് ഇതിനോടകം തന്നെ എസ്റ്റിമേറ്റ് കണക്കുകളായിട്ട് പുറത്തു വരുമ്പോൾ എല്ലാ മേഖലകളിലും കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ ഏറ്റവും മികച്ച ദിവസമായിട്ട് ബ്രഹ്മയുഗത്തിന് ഇന്ന് മാറിയിരിക്കുകയാണ്. അത് കേരളത്തിൽ ഉൾപ്പെടെ എന്ന് പ്രത്യേകം അറിയിച്ചു. ആദ്യമേ ബ്രഹ്മയുഗത്തിന്റെ ഇന്നേ ദിവസം 4ാമത്തെ ദിവസത്തെ ഞായറാഴ്ച ദിവസത്തെ കേരള ട്രാക്കിംഗിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഇതേ സമയം 1,33,00,000 പരമായിരുന്നു കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്നത് 1,93,00,000 മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ വമ്പൻ കളക്ഷൻ വർധനയാണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് കളക്ഷന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. സിനിമയ്ക്ക് ഏറ്റവും മികച്ച കളക്ഷൻ ലഭ്യമാകുന്ന കേരളത്തിൽ ലഭ്യമാകുന്ന ദിവസമായിട്ട് ഇന്ന് മാറുമെന്നത് 100% ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ 3 കോടിയും ആദ്യ ദിവസം 3,05,00,000 സിനിമയുടെ കേരള കളക്ഷൻ എങ്കിൽ ഇന്നത് 3.5 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. 3.5-4 കോടി റേഞ്ചിലാണ് നാം പ്രതീക്ഷിക്കുന്നത്. 4 കോടി ടച്ച് ചെയ്താൽ അത് അത്ഭുതം എന്ന് തന്നെ നിസ്സംശയം പറയാം. അങ്ങനെ 4 ദിവസങ്ങൾ കൊണ്ട് ആദ്യ വീക്കെൻഡിൽ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 12 കോടി രൂപയ്ക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യഥാർത്ഥ കേരള കളക്ഷൻ നാളെ അറിയാനായിട്ട് കാത്തിരിക്കാം. കേരളത്തിന് പുറത്ത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് 1 കോടി റെസ്റ്റ് ഓഫ് ഇന്ത്യ റീജിയനിൽ മാത്രം സിനിമ കളക്ഷൻ ഏറെക്കുറെ ഉറപ്പാക്കിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ 4 ദിവസങ്ങൾ കൊണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 3 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെടുന്ന സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് 4 ദിവസങ്ങൾ കൊണ്ട് 15 കോടി രൂപയ്ക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കുന്നതാണ്. മലയാളം പതിപ്പിൽ മാത്രം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മികച്ച കളക്ഷൻ നേടിയെടുത്തു. ഇനി സിനിമയുടെ ഓവർസീസ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയേക്കാൾ കൂടുതൽ കളക്ഷനാണ് സിനിമ വിദേശ രാജ്യങ്ങളിൽ നേടിയെടുത്തിരിക്കുന്നത്. 3 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷൻ 23 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ട സിനിമ 4ാം ദിവസത്തെ കളക്ഷനോടെ 30 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെടുമെന്നത് ഇന്നലെ തന്നെ ഉറപ്പായതാണ്. ഇന്ന് മാത്രം ലോകമെമ്പാട് നിന്നും ഒരൊറ്റ ദിവസം മാത്രം 10 കോടി രൂപയ്ക്ക് മുകളിലാണ് നിലവിൽ നാം എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ 33 കോടി രൂപയിലേക്ക് സിനിമ 4 ദിവസങ്ങൾ കൊണ്ട് ലോകമെമ്പാട് നിന്നും എത്തപ്പെട്ടേക്കും. എന്തായാലും യഥാർത്ഥ കണക്കുകൾ നാളെ തിങ്കളാഴ്ച വൈകിട്ടോടെ ഓവർസീസ് കളക്ഷൻ എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് പുറത്തു വരുന്നതാണ്. കാത്തിരിക്കൂ അത് അറിയാനായിട്ട്. ബിഗ് ബഡ്ജറ്റ് സിനിമ അങ്ങനെ എല്ലാ അർത്ഥത്തിലും മിന്നും തുടക്കം 4 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്തിരിക്കുകയാണ്.